ഹായ് കൂട്ടുകാരെ, ഇത് എൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എനിക്ക് അതിനെപ്പറ്റി കാര്യമായിട്ടൊന്നും അങ്ങനെ അറിയില്ല. എന്നാലും ഞാൻ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ ഒരു മസ്റ്റ് ട്രൈ ഐറ്റമാണ്, ഒരു അസാധ്യ ടേസ്റ്റിലുള്ളൊരു സാധനമാണ് കേട്ടോ. നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ. അപ്പോൾ ആദ്യം നമ്മൾ എണ്ണ ചൂടാക്കി അതിലേക്ക് കരിവേപ്പിൻ്റെ ഇല ഇട്ടിട്ട് ഒന്ന് ഇതാക്കുക. എന്നിട്ട് ഈ ഇത് അയില മീനുണ്ടല്ലോ, അത് നമ്മൾ വറുത്തെടുക്കണം. വറുത്തെടുത്തിട്ട് ചെയ്യുന്ന ഒരു കറിയാണ്, മസ്റ്റ് ട്രൈ വിഭവമാണ്, അസാധ്യ ടേസ്റ്റാണ്. അത് നിങ്ങൾക്കിത് ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, എന്നാലും ഇത് മുളക് പൊടി, ഉപ്പും നമ്മൾ വെളിച്ചെണ്ണ ഉണ്ടല്ലോ അതും ചേർത്തിട്ട് നമ്മൾ ഈ മസാല തയ്യാറാക്കുകയാണെങ്കിൽ അതിലേക്ക് നമ്മൾ മീനിട്ടിട്ട് നമ്മൾ മീൻ ഫ്രൈ ഒക്കെ ചെയ്യുമ്പോൾ എടുത്തു കഴിഞ്ഞാൽ ഒരു പ്രത്യേക മണമായിരിക്കും കേട്ടോ. അപ്പോൾ അത് വറുത്തെടുക്കുന്ന നേരം കൊണ്ട് നമ്മൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ് കേട്ടോ. അതായത് 2 ഉള്ളി, വലിയ ഉള്ളി 2 എണ്ണം കൊത്തി അരിഞ്ഞത്, പുളി പിഴിഞ്ഞത്, കുറച്ച് പുളി പിഴിഞ്ഞത്, പിന്നെ ഒരു 2 തക്കാളി, പിന്നെ ഒരു 8-10 കൊച്ചുള്ളി, 4 പച്ചമുളക് കീറിയത്, പിന്നെ നാളികേരപ്പാൽ പിഴിഞ്ഞത്. അതൊക്കെയാണ് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് കേട്ടോ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും വേണം. അപ്പം നമ്മൾ അതിലുള്ള മീനൊക്കെ നമ്മൾ വറുത്ത് എടുക്കുക. വറുത്ത് കോരിയ ശേഷം അതിലേക്ക് ബാക്കിയുള്ള എണ്ണയിലേക്ക് എണ്ണ അതിലുണ്ടാവുമല്ലോ, ആ എണ്ണയിൽ മതി. അധികം എണ്ണ ഒഴിച്ച് നമ്മൾ ഇതാക്കണം എന്നൊന്നുമില്ല. ഇത് കുറച്ച് ഹെൽത്തിയും കൂടിയാണ്. അതായത് കറിയല്ലേ, അപ്പോൾ കുറച്ച് ഹെൽത്തി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം. അധികം എണ്ണ ഒഴിച്ച് ഇതാക്കണ്ട. ആ ബാക്കിയുള്ള എണ്ണയിലേക്ക് കുറച്ച് ഉലുവ ഇടുക. ഒരു സ്പൂണ് ഉലുവ ഇട്ടാൽ മതി. ഞാനിത് കൈകൊണ്ട് ചെയ്യുന്ന എന്താ വെച്ചാൽ എൻ്റെ കണക്ക് അങ്ങനെ ആയതുകൊണ്ടാണ് കേട്ടോ. നിങ്ങൾ ഒരു കുഞ്ഞ് സ്പൂണിൽ 1 സ്പൂണ് ഉലുവ ഇടുക. അതിലേക്ക് പെരിഞ്ജീരകം, നമ്മൾ പെരിഞ്ജീരകം ഇല്ലേ, അതൊരു 1 സ്പൂണോളം ഇടുക. ഞാനിപ്പോൾ ഇതിങ്ങനെ കയ്യിലായതുകൊണ്ടാണ് ഒരു കണക്ക്. നമ്മളൊരു കണക്ക് പറയുമ്പോൾ ഒരു സ്പൂണ് ഇടുക. അത് ഈ പെരിഞ്ജീരകത്തിൻ്റെ ഫ്ലേവറാണ് ഇതിൽ മസ്റ്റായിട്ട് ഉള്ളത്. നല്ലൊരു മണം വരും കേട്ടോ. അത് കറി ആയി വരുമ്പോഴാണ് അതിൻ്റെ മണം നമുക്ക് പ്രത്യേകം അങ്ങനെ ഒരു എന്താ പറയുക, ഒരു പ്രത്യേക മണം ഉണ്ടാവും. ആ മസാലയൊക്കെ ഇതായി വരുമ്പോൾ നല്ല ടേസ്റ്റുള്ള ഒരു ഐറ്റമാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ പെരിഞ്ജീരകം എന്നിട്ട് പൊട്ടി വരുന്ന സമയത്ത്, പൊട്ടി വരുമ്പോൾ നമ്മൾ അതിലേക്ക് ഈ അരിഞ്ഞു വെച്ചിട്ടുള്ള കുഞ്ഞുള്ളി ഒരു 8-10 എണ്ണം മതി. അത് നമ്മൾ അരിഞ്ഞു വെച്ച് വട്ടത്തിൽ അരിഞ്ഞത് ഇടുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ കൊത്തി അരിഞ്ഞു വെച്ച വലിയ ഉള്ളി ഉണ്ടല്ലോ, സബോള, അതും ഇട്ട് കൊടുക്കുക. അത് രണ്ടും കൂടിയിട്ട് ഒരുമിച്ച് വഴറ്റുക. നല്ലോണം വഴറ്റുക കേട്ടോ. അപ്പോൾ അത് നല്ലോണം വഴറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ബ്രൗൺ കളറായിട്ട് വരും. അപ്പോൾ ഈ നമ്മുടെ മസാല എന്ന് പറയുന്ന മെയിനായിട്ട് ഈ പെരുംജീരകവും അതിൻ്റെ ഫ്ലേവറൊക്കെ വരുമ്പോൾ ഇത് നല്ലൊരു അസാധ്യമായിട്ടാണ്. നമ്മൾ അധികം വെള്ളമില്ലാതെ ഇങ്ങനെ കുറുന്നനെ നമ്മൾ പറയില്ലേ, ഇങ്ങനെ ചാറ് പോലെ അങ്ങനെ വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. മത്തി വറുത്തെടുത്തത് ചിലതൊക്കെ ഉടഞ്ഞു പോയിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. അതിലേക്ക് ഈ സവാളയും ഇത് ചൂടായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് എന്ത് ചേർത്ത് കൊടുക്കുക, പച്ചമുളക് കീറി വെച്ചത് ഇട്ട് കൊടുക്കുക. പച്ചമുളക് ഇട്ടിട്ട് ഇപ്പോൾ കണ്ടോ ഒരു ബ്രൗൺ കളറായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എൻ്റെ മോനോട് ഞാൻ മിക്സിയിൽ ഒന്ന് അടിക്കാൻ പറഞ്ഞതാണ്. അവൻ അരയില്ല അമ്മ എന്നും പറഞ്ഞ് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു. അപ്പോൾ ഇത് കുറച്ച് വെള്ളമായിപ്പോയതാണ് കേട്ടോ. അത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും അതിൻ്റെ ആ പച്ചമണം ഒന്ന് പോണ വരെ അത് വഴറ്റി കൊടുക്കുക. പച്ചമണം ഒന്ന് പോണ വരെ അത് നല്ലോണം വഴറ്റി കൊടുക്കുക. അതിലേക്ക്
തക്കാളി ഇട്ട് കൊടുക്കുക. നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളിയൊക്കെ ഇങ്ങനെ കുനുകുന കൊത്തിയിട്ടാണ് കേട്ടോ അരിയേണ്ടത്. കുനുകുന ആക്കിയിട്ട് അരിയുക. അതിലേക്ക് ആ തക്കാളി ഇട്ട് കൊടുക്കുക. എന്നിട്ടത് നല്ലോണം എന്താവണം, ഇങ്ങനെ ഫ്രൈ, അതായത് ആ തക്കാളിയിലത്തെ വെള്ളമൊക്കെ ഇങ്ങനെ നല്ലോണം വറ്റിപ്പോണം. ആ രീതിയിലാവണം കേട്ടോ. അങ്ങനെ ആക്കിയെടുക്കണം. തക്കാളിയിലുള്ള വെള്ളമൊക്കെ ഇങ്ങനെ വറ്റി പോവും. നമ്മൾ നല്ല പഴുത്ത തക്കാളിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അതങ്ങനെ യോജിക്കും. നമ്മൾ കുറച്ച് പഴുപ്പ് കുറവുള്ള തക്കാളിയാണെങ്കിൽ അതൊന്ന് വാടി വരാൻ കുറച്ച് സമയമെടുക്കും. അപ്പം അത് നല്ലോണം ഇങ്ങനെ പഴുപ്പ് കുറഞ്ഞ തക്കാളിയാണെങ്കിൽ നമ്മൾ ആ കയ്യിൽ വെച്ചിട്ട് തന്നെ ഒന്നിങ്ങനെ ഉടച്ചു കൊടുക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് ഇങ്ങനെ ഒന്ന് ജോയിൻ്റ് ആവും. ഇപ്പോൾ കണ്ടില്ലേ, ഇതാണ് അതിൻ്റെ പാകം. അതങ്ങനെ ചട്ടിയിൽ ഒട്ടിപ്പിടിക്കണം, അങ്ങനത്തെ ഒരു രീതിയിലാവും. ആ രീതിയിലാവുമ്പോൾ അതൊന്ന് നല്ലോണം ഫ്രൈ ആയിട്ട് വെള്ളമൊക്കെ നല്ലോണം വറ്റി വന്നു. ഇപ്പോൾ കണ്ടോ, അതിലധികം വെള്ളം തക്കാളിയിലത്തെയും ഒക്കെ വെള്ളം വറ്റി തക്കാളി ഉള്ളിയും തമ്മിൽ നല്ലോണം ജോയിൻ്റായി. അതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, 2 സ്പൂണ് മുളക് പൊടി. ഇത് എൻ്റെ സ്പൂണ് ചെറുതായതുകൊണ്ടാണ് ഞാൻ 4 പ്രാവശ്യം ഇട്ട് കൊടുത്തിട്ട്. നിങ്ങൾക്ക് നമുക്ക് ആവശ്യമുള്ള എരിവിനനുസരിച്ചിട്ട് നമുക്ക് മുളക് പൊടി ചേർക്കാം. വലിയ സ്പൂണിനാണെങ്കിൽ 2 സ്പൂണ് മതിയാവും. അതിലേക്ക് 2 സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. മല്ലിപ്പൊടി കുറച്ച് മതി, കാരണം മല്ലിയുടെ ആ ഒരു ഫ്ലേവർ അധികം വരണ്ടാച്ചിട്ടാണ്. അപ്പോൾ അത് ഇനി ഇത് മസാല റെഡിയായി വരുമ്പോഴാണ് അതിൻ്റെ ഒരു പ്രത്യേക സ്മെല്ല് വരും. അപ്പോൾ നമുക്ക് എൻ്റെ സാറേ പിന്നെ ഒന്നും കാണാൻ പറ്റില്ല എന്ന് പറയില്ല, അതേ അവസ്ഥ. നല്ലൊരു മസ്റ്റ് ട്രൈ വിഭവമാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കണേ എല്ലാവരും. ഇതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി. കണ്ടോ, അതിലത്തെ വെള്ളം വറ്റിക്കഴിഞ്ഞാൽ ഇതുപോലെ അതിങ്ങനെ നല്ല കട്ടയായിട്ട് വരും. അങ്ങനെ ആയി വരുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് പുളി പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കുക. പുളി നമ്മുടെ ആവശ്യത്തിന് കേട്ടോ. ചിലവർക്ക് പുളി കുറച്ച് കൂടുതൽ വേണ്ടി വരും. 2 തക്കാളി ചേർത്തിട്ടുണ്ട്, അതിനനുസരിച്ച്. അപ്പോൾ നമ്മുടെ ആവശ്യം എങ്ങനെയാണോ അതിനനുസരിച്ച് കുറച്ച് പുളി ചേർത്ത് കൊടുക്കണം. ഇവിടെയൊക്കെ എന്ന് പറയുകയാണെങ്കിൽ എൻ്റെ വീട്ടിലൊക്കെ മീൻ കറിക്ക് അത്യാവശ്യം പുളി എല്ലാവർക്കും ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ പുളി നല്ല ചേർക്കും. അപ്പം തക്കാളിയും ഉള്ളിയും അതൊക്കെ കൂടിയിട്ട് നല്ല ജോയിൻ്റായി വന്ന് ഇനി അത് നല്ലോണം ഇളക്കി കൊടുക്കുക. തീ കുറച്ച് കൂട്ടി വയ്ക്കുക, മീഡിയത്തിലാക്കി വയ്ക്കുക, അതൊന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട്. ഈ തള വരുന്ന സമയത്ത് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് എന്ത് ചേർത്ത് കൊടുക്കാം? ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനത് പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം അത് കണ്ടോ, നല്ലോണം കുറുകി വരുന്നുണ്ട്. ആ ഒരു ഗ്രേവി കുറച്ചൊന്ന് തിക്കായി. ആ ഗ്രേവി ഇനി നമുക്കൊരു കുക്കറിലേക്ക് മാറ്റാം. അത് കുക്കറിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് നമ്മൾ ഈ വറുത്ത് വെച്ച മീനുണ്ടല്ലോ അതൊന്ന് ഇട്ട് കൊടുക്കുക. പതുക്കെ വെച്ച് കൊടുക്കുക കേട്ടോ. ഞാൻ ചിലപ്പോൾ സ്പീഡ് കൂടിയിട്ട് കുറച്ചൊക്കെ പൊട്ടിയിട്ടൊക്കെ ഉണ്ട്. അത് വറുത്തെടുക്കുമ്പോൾ പൊട്ടിയതാണ്. എന്നാലും നിങ്ങൾ മാക്സിമം പൊട്ടാതെ എടുക്കാൻ നോക്കുക, അതാണ് അതിൻ്റെ ടേസ്റ്റ്.
പിന്നെ ഇതിൽ വെള്ളമൊന്നും ചേർക്കരുത് കേട്ടോ. ആ ഗ്രേവി അങ്ങനെ തന്നെ ഇതിലേക്ക് വെച്ച് കൊടുക്കുക. അതിൽ വേറെ നമ്മൾ വെള്ളമൊന്നും ചേർക്കരുത് കേട്ടോ. അപ്പോൾ കട്ടിയിലുള്ള ആ ഗ്രേവി അങ്ങനെ കുക്കറിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് ഈ മീൻ വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ തേങ്ങാപ്പാൽ എടുത്ത് വെച്ചതുണ്ടാവുമല്ലോ, തേങ്ങാപ്പാൽ നമ്മൾ ആദ്യത്തെ ആ 1-ാം പാലാണ് കേട്ടോ, വെള്ളം ചേർക്കാത്ത ആ പാലുണ്ടല്ലോ, അതാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. കട്ടിയിലുള്ളത് അത് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒരു അര തേങ്ങയുടെ പാൽ ഇതിൽ എടുത്തിട്ടുണ്ട്. അപ്പം അത് നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചിട്ട് അപ്പം നമ്മളിതിൽ ഉപ്പും ഇതൊക്കെ നോക്കിയിട്ട് ഉപ്പൊക്കെ കറക്റ്റാക്കിയിട്ട് വേണ്ട. പിന്നെ ഉപ്പിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് വ്യത്യാസം വരും. അപ്പം നമ്മളത് ഇതാക്കിയിട്ട് ഉപ്പൊക്കെ പാകാക്കി എല്ലാം റെഡിയാക്കിയിട്ട് തേങ്ങാപ്പാൽ ഒഴിക്കാവൂ. എന്നിട്ട് നമ്മൾ ഇത് അടച്ച് വെച്ചിട്ട് ഒറ്റ വിസിൽ വന്നാൽ ഓഫ് ചെയ്യാം. ആദ്യത്തെ ഒരു വിസിൽ വെച്ചിട്ട് നമ്മൾ ഇതിൽ വെച്ചിട്ട് ഒറ്റ വിസിൽ മീഡിയത്തിൽ വെച്ചിട്ട് ഒരു വിസിൽ വന്നാൽ ഓഫ് ചെയ്ത് അതിൻ്റെ ആവി പോയി കഴിഞ്ഞാൽ നമ്മളത് തുറന്നിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കറിവേപ്പിൻ്റെ ഇല ഇവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ, അതാ പിന്നെ ഞാൻ കറിവേപ്പിൻ്റെ ഇല ഇടാഞ്ഞത്. കറിവേപ്പിൻ്റെ ഇല ഇട്ടിട്ട് നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവർ, ആ പെരിഞ്ജീരകത്തിൻ്റെയും ഇതിൻ്റെയും ഒക്കെ നല്ലൊരു ഫ്ലേവർ, ഒരു നല്ല അടിപൊളി മസ്റ്റ് ട്രൈ ഐറ്റാണ് കേട്ടോ. ചോറിൻ്റെ കൂടെയൊക്കെ നിങ്ങൾ കഴിച്ചു നോക്കൂ. നമുക്ക് അടിപൊളി ഐറ്റാണ്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയണേ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും എന്നുള്ളത് ഉറപ്പാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. ഓക്കെ, ബൈ.